നമസ്കാരം, ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് MT എഴുത്തു നിർത്തിയത് രചനകളുടെ ബോധ്യം അറിഞ്ഞതുകൊണ്ടാവാമെന്ന് തിരക്കഥാകൃത്ത് ബെന്യാമിൻ പറഞ്ഞു. സൂക്ഷ്മമായ ബോധ്യത്താൽ എഴുതുന്നത് കൊണ്ടാണ് കഥാപാത്രങ്ങൾക്ക് ഇരട്ടി ശക്തി ലഭിക്കുന്നത്. സംതൃപ്തി തരാത്ത ഇടമാണ് തിരക്കഥയെന്നും പരിപൂർണത തരുന്ന സാഹിത്യരൂപമാണ് ചെറുകഥകളെന്നും MT പറഞ്ഞതായി ബെന്യാമിൻ പറഞ്ഞു. തിരൂർ തുഞ്ചൻ പറമ്പിൽ തുഞ്ചൻ ഉത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച MT മുഖങ്ങളും മാനങ്ങളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. MTയുടെ രചനകളിലൂടെ വീണ്ടും ഒരു മടക്കയാത്ര നടത്തേണ്ട കാലഘട്ടമാണിതെന്ന് തിരക്കഥാകൃത്ത് ബെന്യാമിൻ പറഞ്ഞു. പുതിയ കാലഘട്ടത്തിൽ ഇനിയും സൂക്ഷ്മമായി വായിച്ചാൽ MT ഭാഷയിൽ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ എപ്പോഴും അത്ഭുതത്തോടുകൂടി കാണുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ വായന. അദ്ദേഹത്തിൻ്റെ അവസാന കഥ വന്നത് എനിക്ക് തോന്നുന്നത് 98 കൽപ്പാന്തം എന്ന കഥയാണ്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 3 പതിറ്റാണ്ടുകാലം ഇവിടെ നമുക്കോടൊപ്പം നിശബ്ദനായി ഉണ്ടായിരുന്നു. ഈ നിശബ്ദതയുടെ കാലത്ത് അദ്ദേഹം എങ്ങനെയാണ് സർഗാത്മകമായി തൻ്റെ ജീവിതത്തെ വിനിയോഗിച്ചത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും. ലോക സാഹിത്യം നിരന്തരം അപ്ഡേറ്റ് ചെയ്ത് വായിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ടാണ്. അദ്ദേഹം വായിച്ചതുപോലെ മലയാളത്തിൽ ഏതെങ്കിലും സാഹിത്യ നിരൂപനോ എഴുത്തുകാരനോ വായനക്കാരനോ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രമേൽ ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഞാൻ എൻ്റെ വായനയുടെ ആദ്യകാലത്ത് ഞാൻ എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ച് എഴുത്തുകാരനായ ആളാണ്. യാദൃശ്ചികവശാൽ വായിച്ച് അതിനോടുള്ള പ്രണയം കൊണ്ട് എഴുത്തുകാരനായി തീർന്ന ഒരാൾ. അതിൻ്റെ ആദ്യകാലത്ത് എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തിയ പുസ്തകങ്ങളിലൊന്ന്, ഞാനിപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് 1915 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള റൊമൈൻ റോളൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി വായിക്കുന്നത് MTയുടെ ഒരു ലേഖനത്തിലാണ്. MT പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീർ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, വസു ഈ പുസ്തകം വായിക്കണം എന്ന്. നമ്മൾ ബഷീറിനെ കുറിച്ച് പലപ്പോഴും വിചാരിക്കുന്നത് അവധൂതനായി നടന്ന ഒരാൾ എന്നാണ്. പക്ഷേ ഈ ജീൻ ക്രിസ്റ്റഫ് എഴുതിയ റൊമൈൻ റോളണ്ട് ഉൾപ്പെടെയുള്ളവരെ, മുഹമ്മദ് അത്താർ ഉൾപ്പെടെയുള്ളവരെയൊക്കെ മലയാളത്തിൽ പരിചയപ്പെടുത്തുന്നതിൽ ബഷീർ വഹിച്ചിട്ടുള്ള ഒരു പങ്ക് കൂടിയുണ്ട്. നമ്മൾ ആരാധിക്കുന്നവർ പോലും ആരാധിച്ച അതുല്യ പ്രതിഭ. ഒരു മനുഷ്യായുസ് കൊണ്ട് ചെയ്തു തീർക്കാവുന്നതെല്ലാം ചെയ്തു തീർത്തു. ഒരു വലിയ പാഠം നമ്മൾക്ക് തന്നിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. നിശബ്ദനാണെന്ന് പലരും പറഞ്ഞിരുന്നെങ്കിലും നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് കൃത്യമായ നിലപാടുകൾ എടുത്തു. കേരളത്തെ മതേതരമായി നിലനിർത്തണമെന്ന ബോധ്യത്തോടെ കൃത്യമായി ഇടപെട്ടു. MT ആഗ്രഹിച്ചതുപോലെ തുഞ്ചന്റെ മണ്ണിനെ മതേതരമായി കാത്തു സൂക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലങ്കോട് ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അശോകൻ ചെരുവിൽ GP രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. രജനി സുബോധ് സ്വാഗതവും S കമൽനാഥ് നന്ദിയും പറഞ്ഞു. തുഞ്ചൻ ഉത്സവം 4ാം ദിവസമായ ഇന്ന് തുഞ്ചൻ കൃതികളുടെ പാരായണത്തോടെയാണ് തുടക്കമായത്. തുടർന്ന് നടന്ന MT ഉള്ളതും ഇല്ലാത്തതുമെന്ന സെമിനാറിൽ C രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി. M ദിലീപ് കുമാർ സ്വാഗതം പറഞ്ഞു. CP അജിത്തിന്റെ കാവ്യാലാപനവും നടന്നു. ന്യൂസ്